സത്യം ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ അറിയണം. എൻ്റെ നിലപാട് സ്വീകരിച്ചാണ് ഹൈക്കോടതി ഈ കേസ് അവസാനിപ്പിച്ചത്. ഇതാണ് അതിന്റെ പ്രാക്ടിക്കൽ സത്യം. നമ്മൾ സത്യം പറഞ്ഞ ഇത്രയും നാള് ശബരിമലയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ വർഷം വളരെ സ്മൂത്ത് ആയിട്ടും വളരെ നല്ല രീതിയിൽ ഇപ്പൊ വല്ല പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊരു ഫാബ്രിക്കേറ്റ് ചെയ്ത് ഈ ശബരിമലയുടെ ആ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനൊന്നുമില്ല. ഈ ലോകത്ത് വലിയ ഗൂഢാലോചനകളൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നതാണ്. അതായത് അതിഭീകരമായ പിണറായി വിജയൻ ജയ് ജയ് എന്ന് വിളിക്കുക, 2-3 പേര് കയറി പിണറായി വിജയൻ സിന്ദാബാദ് എന്ന് വിളിക്കുക. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇതിനെ ഒന്ന് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. പിണറായി വിജയന്റെ ഭാഗത്ത് അദ്ദേഹത്തെ എനിക്ക് ബഹുമാനമാണ്. അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. അദ്ദേഹം കാരണം 5 തവണ ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ് ഞാൻ. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെതായ ചില മെച്ചങ്ങളുണ്ട്. പുള്ളി സോളിഡാണ്, കൈയടിക്ക് വേണ്ടി കാര്യങ്ങൾ സംസാരിക്കില്ല, സ്റ്റേബിളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പുള്ളി ആരുടെയൊന്നും ഫീഡ്ബാക്ക് എടുക്കില്ല. ഞങ്ങൾ CPM തന്നെ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. AK ബാലൻ സാർ കുറച്ചുകൂടെ സോഫ്റ്റാണ്, കടകംപള്ളി സുരേന്ദ്രൻ സാർ സോഫ്റ്റാണ്, കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് പോലും അവസാനം നമുക്ക് വേണമെങ്കിൽ വിശ്വാസികളെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ലൈനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ അനാവശ്യമായി കടുംപിടുത്തം പിടിച്ചതാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കോട്ടയം SP ആണെന്ന് തോന്നുന്നു. കോട്ടയം SP ആണ് ഈ 2 സ്ത്രീകളെ അവിടെ കൊണ്ട് കയറ്റിയത്, ബിന്ദു അമ്മണിയും കനകദുർഗയും കയറ്റിയത്. അത് ഭയങ്കര മോശമാണ്. പിണറായി വിജയൻ സഖാവിനെ അനുകൂലിച്ച് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറും ഭാര്യ അടക്കം അവസാനം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പറ്റിപ്പ് പരിപാടി ചെയ്യരുത്. ഇത് പറ്റിപ്പല്ലല്ലോ. നമ്മളിപ്പം പിണറായി വിജയനെ ഒരു ബഹുമാനം എന്താ, പുള്ളി ഒരു ഇരട്ടച്ചങ്കനാണ്, അല്ലെങ്കിൽ പുള്ളി പറയുന്ന കാര്യങ്ങൾ വളരെ ചെയ്യും. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, വലിയ വിശ്വാസിയൊന്നും ആയിരിക്കില്ല. പക്ഷെ കള്ളത്തരം ചെയ്യരുത്. ഒരു മുഖ്യമന്ത്രി അങ്ങനെ കള്ളത്തരം ചെയ്തു തുടങ്ങിയാൽ പിന്നെ അതിന് അവസാനമില്ല. കോടതിയും മുഖ്യമന്ത്രിയും പോലീസുകാരും ഒക്കെ കള്ളത്തരം ചെയ്യുന്നതിന്റെ പ്രശ്നം, മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാൻ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? അപ്പം കള്ളത്തരം പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ അവിടെ യുവതികളെ കയറ്റി ഇതെല്ലാം തകർക്കാമെന്ന് കരുതരുത്. പ്രത്യേകിച്ച് മഹാത്മാ ന്യൂസും കൂടെ അറിഞ്ഞിരിക്കാനാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട. അതായത് ശബരിമല യുവതി പ്രവേശത്തിന്റെ പിന്നിലുള്ള അജണ്ട ഒരു തീവ്ര വലതുപക്ഷ അജണ്ടയാണ്. അതായത് മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ ഈ വർഷം വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ. ഏതാ ഈ വർഷം അല്ല വലതുപക്ഷ അല്ല, അതിന്റെ തീവ്ര വലതുപക്ഷ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ ഞാൻ ഏറ്റവും കുറച്ച് സമയത്ത് പറയാം. അതായത് തീവ്ര വലതുപക്ഷ അജണ്ട എന്ന് പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് എങ്ങനെയെങ്കിലും നടപ്പാക്കണം. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനായി ശബരിമല സ്ത്രീകളെ കയറ്റിയിട്ട് ഞങ്ങൾ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി വലിയ മാറ്റം കൊണ്ടുവന്നു, ഇനി മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാന്ന് പറഞ്ഞ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കലാണ്. ഇത് സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റ നട്ടലുള്ള കോൺഗ്രസ്സുകാരനെ ഉള്ളായിരുന്നു തുറന്നു പറയാൻ രമേശ് ചെന്നിത്തലാജിയാണ്. രമേശ് ചെന്നിത്തലാജി വളരെ ശക്തമായിട്ട് പറഞ്ഞു ഇത് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള കളമൊരുക്കലാണ് എന്ന്. ഇനി 2 യൂണിഫോം സിവിൽ കോഡ് എന്താണ്? ഇത് കേൾക്കുന്ന RSSകാർക്കും BJPക്കാരും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചത് RSSന്റെ ഏറ്റവും വലിയ ഗുരുവായ ഗുരുജി ഗോൾവൽക്കറാണ്. ഗുരുജി ഗോൾവൽക്കർ കൃത്യമായി 1970കളിൽ പറയുന്ന നിലപാട് KR മൽക്കാനിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ ഗുരുജി പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് അല്ല ഇന്ത്യക്ക് വേണ്ടത്, യൂണിറ്റിയാണ് ഇന്ത്യക്ക് വേണ്ടത്, യൂണിഫോർമിറ്റി അല്ല. പ്രകൃതി യൂണിറ്റിക്ക് വേണ്ടിയുള്ളതാണ്, യൂണിഫോമിറ്റിക്ക് വേണ്ടിയുള്ളതല്ല. ഈ ഏകശിലാത്മകത ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കരുത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത വാക്കാണ് പ്രസക്തി. നമ്മൾ ഹിന്ദുക്കളിലെ ചില ആൾക്കാർക്ക് മുസ്ലിങ്ങൾ 4 കെട്ടി അവർക്ക് കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നു എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ തെറ്റിദ്ധാരണ കാരണമാണ് ഇവർ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്, യൂണിഫോം സിവിൽ കോഡല്ല. രാഹുൽ ഈശ്വർ അല്ല പറയുന്നത്. RSSനെ 33 വർഷം നയിച്ച RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനായ പൂജനീയ സർസംഘചാലക് മാധവ് സദാശിവ് ഗോൾവാൾക്കർ അദ്ദേഹമാണ് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. എന്നിട്ട് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ തീരുന്നത് KR മൽക്കാനി ഇത് കേട്ട് അത്ഭുതപ്പെടുക. KR മൽക്കാനി നല്ല RSSകാരനാണ്. KR മൽക്കാനി നിലപാട് കേട്ട് അത്ഭുതപ്പെടുകയാണ്. അപ്പം KR മൽക്കാനി ഗുരുജിയോട് ഇതെല്ലാം ചോദിച്ചു അവസാനം ഗുരുജി പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: പ്രകൃതിക്ക് യൂണിഫോർമിറ്റി ഇഷ്ടമല്ല. എപ്പോഴൊക്കെ യൂണിഫോർമിറ്റി അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നുവോ യേ രാഷ്ട്രോം കെ വിനാശ് കെ കാരൺ ഹെ, ഹിന്ദിയിലാണ് ഇന്റർവ്യൂ, ഇത് രാജ്യങ്ങളുടെ നാശത്തിലേക്ക് നയിക്കും. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ എഴുതിയിരിക്കുന്നത് ഇതൊരു രാജ്യത്തിന്റെ മരണമണിയാണെന്നാണ്. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ആളാണ് RSSന്റെ പൂജനീയ സർസംഘചാലക്. ആ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശബരിമല സ്ത്രീകളെ കയറ്റി എന്നിട്ട് മുസ്ലിം സഹോദരിമാരെ രക്ഷിക്കണം എന്ന് പറയുന്ന സാധനം വെച്ച് ചെയ്യുന്നത്. മുസ്ലിം സഹോദരിമാരെ നമ്മളായിട്ടൊന്നും രക്ഷിക്കേണ്ട, അവർ സ്വന്തമായിട്ട് രക്ഷപ്പെട്ടോളൂ. അതിന് BJPക്കാരും ഹിന്ദുക്കളും അല്ലെങ്കിൽ ബാക്കിയുള്ള വലതുപക്ഷക്കാരൊന്നും ബുദ്ധിമുട്ടണ്ട. നമ്മളവരെ ദ്രോഹിക്കാതിരുന്നാൽ മതി. വേറെ അതിൽ കൂടുതലുള്ള ഉപകാരമൊന്നും ചെയ്തു കൊടുക്കണ്ട. ഇനി നമുക്ക് ഈ പുരുഷ കമ്മീഷനിലേക്ക് വരാം.
അവസാനമായി പുരുഷ കമ്മീഷൻ വിജയിക്കും എന്നാണോ താങ്കളുടെ? രണ്ട് കാര്യമാണ് നമ്മുടെ ഉള്ളിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഈ പുരുഷ കമ്മീഷന്റെ സ്വകാര്യ ബില്ലായിട്ട് എൽദോസ് കുന്നപ്പള്ളി സ്പീക്കറിന് അനുവാദം ലഭിച്ച ഉടനെ വെള്ളിയാഴ്ചയാണ് സ്വകാര്യ ബില്ല് വരുന്നത്. ഈ വെള്ളിയാഴ്ച സ്വകാര്യ ബില്ല് അവതരിപ്പിക്കും. ജയിക്കാനുള്ള സാധ്യത കുറവാണ്. CPM-ന്റെ സ്റ്റാൻഡ് അറിയില്ല. CPM-ന്റെ കുറച്ച് MLA-മാരെ കണ്ടിട്ടുണ്ട്. അവർ വ്യക്തിപരമായി വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വരുമ്പം CM-ന്റെ ഒക്കെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയും VD സതീശൻജി അടക്കം ഒരു നെഹ്റുവിയൻ ലിബറൽ എന്ന് പറയുന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇപ്പൊ അദ്ദേഹം കൂടുതൽ ഒരു സെൻട്രിസ്റ്റായി വരുന്നിരുന്നാൽ പോലും അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ സ്റ്റാൻഡ് എന്തായിരിക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ അവതരിപ്പിച്ച കോപ്പിയുടെ ബില്ല് എല്ലാ സംസ്ഥാനങ്ങളിലും അയച്ചു കൊടുക്കും. എന്നിട്ട് കേരളം പോലെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്, കേരളത്തിന് വലിയ വിലയാണ് ഇന്ത്യക്ക് മുഴുവൻ, കേരളം പോലൊരു വലിയ സ്റ്റേറ്റിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലാണ്, നിങ്ങളിത് പരിഗണിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ പുരുഷന്മാരെ കൊണ്ട് ക്യാമ്പയിൻ ചെയ്യിക്കും. സമാനമായി നമ്മൾ MLA-മാരെയും MP-മാരെയും കണ്ടെത്തി ഒരു സ്വകാര്യ ബില്ലായിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പുരുഷ കമ്മീഷനിലെ ഏറ്റവും പ്രധാന അംഗങ്ങളൊന്നൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീയാണ് പുരുഷൻ ഇങ്ങനെ നൽകുന്ന പരാതി ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള അർഹതയൊക്കെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നമ്മൾ ഈ ബില്ല് അയച്ചു കൊടുക്കും. അതുവഴി ക്യാമ്പയിൻ ചെയ്യും. ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങൾക്ക് നടന്നു കിട്ടിയാൽ അത് വലിയതാവും. ഇനി നമുക്കൊരു വിശ്വാസമുള്ളത്, ഇന്ത്യയിലൊരു യുവജന കമ്മീഷന്റെ ബില്ല് വന്നത് കഴിഞ്ഞ വർഷമാണ്. 2024 ഒക്ടോബറിലാണ് മോദി ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. 2013 മുതലേ നമ്മുടെ നാട്ടിൽ യുവജന കമ്മീഷനുണ്ട്. ആ യുവജന കമ്മീഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ യുവജന കമ്മീഷൻ ഇപ്പൊ അല്ല, പക്ഷെ ഇപ്പൊ മുമ്പ് ചിന്തയുണ്ട്, ഇപ്പൊ ഷാജറുണ്ട്. അവർക്ക് ശരിക്കുമേ എന്റെ അഭിപ്രായത്തിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ നന്നായിരിക്കും എന്റെ അഭിപ്രായം. ശ്രീ ഷാജറിന്റെ നേതൃത്വത്തിൽ, ഷാജർ എനിക്കെതിരെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്, അത് വേറെ. പക്ഷേ ഷാജർ ചെയ്ത നല്ലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവര് ആത്മഹത്യകളെ കുറിച്ച് നല്ലൊരു സ്റ്റഡി റിപ്പോർട്ട്, നല്ല ഗംഭീര സ്റ്റഡി റിപ്പോർട്ടാണ്. അതിൽ എടുത്തു കാണിക്കുന്നുണ്ട് മുന്നോക്ക സമുദായങ്ങളിലാണ് ആത്മഹത്യ കൂടുതലും, മുന്നോക്ക സമുദായങ്ങളിലാണ് ആത്മഹത്യ കൂടുതൽ. സത്യമാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ യുവജന കമ്മീഷൻ പോലെ കേരളത്തിൽ ഒരു പുരുഷ കമ്മീഷന്റെ ബില്ല് അവതരിപ്പിച്ചു, നിങ്ങളിത് മാതൃകയാക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ലോകസഭയിലും ഒക്കെ വരും. എവിടെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾക്കെങ്കിലും ഗുണപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇത്രയും നേരം വളരെ വിലപ്പെട്ട സമയമാണ് അദ്ദേഹത്തിന്, തിരക്കോട് തിരക്കാണ്. എന്നാലും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച് നല്ല നല്ല നമുക്കും കൂടെ അറിവുള്ള കുറച്ച് കാര്യങ്ങൾ, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു. പുരുഷ കമ്മീഷൻ വരണോ വരണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മന്ത്രിസഭയും കേരളത്തിലെ പൊതുസമൂഹവുമാണ്. പക്ഷേ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ ഇതെവിടെ ചെന്ന് എത്തും എന്ന് പോലും അദ്ദേഹത്തിന് പോലും അറിയില്ല. എന്നാലും അതിൻ്റെ പോരാട്ടത്തിലാണ്. ശബരിമല വിഷയത്തിലായിരുന്നാലും ചില സിനിമാ മേഖലയിൽ നടന്ന വിഷയങ്ങളിലായിരുന്നാലും എല്ലാത്തിലും വളരെ ഗംഭീരമായി പോരാട്ടം നടത്തിയ നിലയ്ക്ക് പുരുഷ കമ്മീഷനും നിലവിൽ വരും എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി. അവസാനിപ്പിക്കുമ്പോൾ മനോജിക്ക് വളരെ നന്ദി, അല്ലെങ്കിൽ മഹാത്മാ ന്യൂസിന് വളരെ നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞ റിക്വസ്റ്റ് ഒന്ന് വെക്കുക, നിങ്ങളുടെ ചാനലിൽ ഈ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എന്നുള്ളത് പോൾ ചെയ്യുക. അതിൽ നിന്ന് ജനങ്ങളുടെ സെന്റിമെന്റ്സ് മനസ്സിലാവും. നമ്മൾ മീഡിയയെ വിളിക്കുന്നത് ഫോർത്ത് പില്ലർ എന്നാണ്. ഈ നാലാം തൂണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വോയിസ് ആണ്. വോക്സ് പോപ്പുലൈ എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ വോയിസാണ്. ആ ജനങ്ങളിൽ 90% അംഗീകരിക്കുന്നെങ്കിൽ ദ ടൈം ഹാസ് കം, ആ സമയം വന്നിരിക്കുകയാണ്. കാര്യം അത്രമാത്രം പുരുഷന്മാർ വേദന അനുഭവിക്കുന്നു. ഞാനും അദ്ദേഹം കൂടി ഇപ്പോൾ ഏകദേശം 46 മിനിറ്റോളമായി നമ്മൾ സംസാരിച്ചു. ഈ സമയത്തിനുള്ളിൽ 11 പുരുഷന്മാർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എൻ്റെ കണക്കല്ല, NCRBയുടെ കണക്കാണ്. ഞാനും മനോജിയും കൂടെ സംസാരിച്ചിരുന്ന കഴിഞ്ഞ 48 മിനിറ്റ് അല്ലെങ്കിൽ 47 മിനിറ്റിൽ ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ കണക്കത് 11 മിനിറ്റിലെന്നാണ്. അതായത് ഓരോ 11 മിനിറ്റിലും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു, ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു. നമ്മളുടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ മരിച്ച ആ 11 ആത്മഹത്യകളുടെ നന്മയ്ക്കും കൂടി, അല്ലെങ്കിൽ അവരുടെയും കൂടി ഒരു സാൽവേഷന് വേണ്ടിയിട്ട്, അവരുടെയും കൂടി ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ട് ഈ പുരുഷന്മാർക്ക് എന്തെങ്കിലും ഒരു സിസ്റ്റവും സ്ട്രക്ചറും നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ അച്ഛനും നമ്മുടെ സഹോദരനും നമ്മുടെ മകനും നമ്മുടെ സുഹൃത്തിനും വേണ്ടിയിട്ടാണ്. എല്ലാവിധ പിന്തുണയും അങ്ങയുടെയും മഹാത്മാ ന്യൂസിൻ്റെയും അങ്ങയുടെ പ്രേക്ഷകരുടെയും അഭ്യർത്ഥിക്കുന്നു. നന്ദി.